മാക്സിമം ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും മോഡൽ എക്സാമിലൊക്കെ വന്ന ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യേകിച്ച് അവസാനത്തെ ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ലൈവ് ക്ലാസ് വീണ്ടും കാണാണ്ട് വേറെ വഴിയില്ല. പക്ഷേ ഫ്ലൂയിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒന്നും അറിയില്ല, ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് അറിയില്ല. ആ സമയത്തൊന്നും വേണം വരിക. ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. സാർ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തോ, ഫുൾ സിലബസ് എന്താണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർ കുറച്ച് പേരുണ്ടാകുമെന്ന് എനിക്കറിയാം. ഹലോ എക്സാമിനർ ഫാമിലി, എല്ലാ +1 സ്റ്റുഡൻസും ഈ എക്സാം ഡേയ്സിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാട്ടോ. ക്ലാസ്സൊക്കെ നമ്മുടെ ചാനൽ അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉത്തരം കൊടുക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. നിങ്ങളിൽ പലരും ചോദിച്ച ചോദ്യമാണ്. സാർ, ഈ ദിവസങ്ങളിൽ, എക്സാമിൻ്റെ ദിവസങ്ങളിൽ അല്ലേ, എക്സാം നടക്കുന്ന ഈ ദിവസങ്ങളിൽ അതിനിടെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ലൈവ് ക്ലാസ്, എക്സാമിൻ്റെ ലൈവ് ക്ലാസ് ഇഷ്ടം പോലെയുണ്ട്, മാരത്തോൺ ലൈവൊക്കെ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണോ അല്ലെങ്കിൽ സ്വന്തം പഠിക്കണോ, പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യണോ, അല്ലെങ്കിൽ സ്വന്തം എന്താണ് നിങ്ങളുടെ നോട്ടും കാര്യങ്ങളും ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിക്കണോ? ഇതാണ് നിങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2-3 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഞാൻ വേഗം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ അതിൻ്റെ ഉത്തരം മനസ്സിൽ ആലോചിച്ചാൽ മതി. അത്രയുള്ളൂ കേട്ടോ. ഫസ്റ്റ് ചോദ്യം, ഹാവ് യു കംപ്ലീറ്റഡ് ഫുൾ സിലബസ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ? PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഫുൾ സിലബസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സ് എക്സാം വരാൻ പോവാണ്. മാത്സ് എക്സാമിൽ നിങ്ങൾ ഫുൾ സിലബസ് തീർത്തു. ഓക്കെ, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു 95% ഒക്കെ നിങ്ങൾ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. പ്ലസ് നിങ്ങൾ പരീക്ഷയിൽ ഓൾറെഡി വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്തു, എക്സാമിനർ ക്ലാസ് കണ്ടിട്ടാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഫുൾ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈവ് ക്ലാസ് വീണ്ടും ഒന്ന് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും കാണാം. പക്ഷേ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ സ്വന്തം പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. വീണ്ടും പഠിക്കാനല്ല പറയുന്നത്, വീണ്ടും റിവൈസ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനും കാണാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ മുഖം കണ്ടാൽ സമാധാനം കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ലൈവ് ക്ലാസ് കൊണ്ട് എക്സ്ട്രാ നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല. ശരിയല്ലേ? രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ അതല്ല, രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതല്ല, ഹാവ് യു കംപ്ലീറ്റഡ് ഫുൾ സിലബസ് പക്ഷേ നോട്ട് പ്രീവിയസ് ഇയർ പ്ലസ് മാക്സിമം ക്വസ്റ്റ്യൻസ്? അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ സിലബസ് ഒക്കെ തീർത്തു, അത്യാവശ്യം 95% ഒക്കെ തീർത്തു, പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല, അല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കുറേ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈവ് ക്ലാസ് കാണണം. കാരണം നിങ്ങൾ തിയറി മാത്രം പഠിച്ചിട്ട് പരീക്ഷയിൽ പോയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മാക്സിമം ചോദ്യങ്ങളാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു അവസാന നിമിഷം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. വേറെ ഒരു വഴിയില്ല. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ സിലബസ് ഒക്കെ തീർത്ത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സ്കോർ വാങ്ങിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ലൈവ് ക്ലാസ്സിൽ തിയറി അല്ല വീണ്ടും എടുക്കുന്നത്. തിയറി നിങ്ങൾക്ക് അറിയാമെന്ന് അസ്യൂം ചെയ്തിട്ട് തിയറി ജസ്റ്റ് ടച്ച് ചെയ്ത് പോയി മാക്സിമം ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും മോഡൽ എക്സാമിലൊക്കെ വന്ന ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ശരി, അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണണം. മനസ്സിലാവുന്നുണ്ടോ? ശരി, ഇനി അടുത്ത ചോദ്യം. ഇനി ചോദ്യങ്ങളല്ല, 2-3 കണ്ടീഷൻസ് തരാം. ഓരോ ആൾക്കാർക്ക് ഓരോ സിറ്റുവേഷനിലായിരിക്കുമല്ലോ. യു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ഫുൾ സിലബസ്. നിങ്ങൾ ചിലവരെന്താണ് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചില ചാപ്റ്റേഴ്സൊക്കെ എന്താണ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് അവസാനത്തെ ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ലൈവ് ക്ലാസ് വീണ്ടും കാണാണ്ട് വേറെ വഴിയില്ല. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് സെറ്റാക്കി വെച്ച ചാപ്റ്റർ നിങ്ങൾ കാണണമെന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ മോഷൻ സ്ട്രേറ്റിലെ നിങ്ങൾ ഫുൾ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും വന്ന് ലൈവ് ക്ലാസ് കാണണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആ ചാപ്റ്റർ മാത്രം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ മാരത്തോണിൽ ഏതാണ്ട് ഓർഡറൊക്കെ ചെയ്തിട്ടായിരിക്കും പോവുക. അതേസമയം ഓരോ ഫാക്കൽറ്റി കാണിച്ചു തരും എന്താണ് ഷെഡ്യൂൾ എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരും, ലൈവിൻ്റെ സ്റ്റാർട്ടിങ്ങിലും കാണിച്ചു തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ സമയത്ത് വന്നാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വരിക, നിങ്ങളുടെ ചാപ്റ്റർ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് കാണാൻ പഠിക്കാം, പോവാം. ഓക്കെ, വീണ്ടും അടുത്ത ചാപ്റ്റർ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താണ് ഫ്ലൂയിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒന്നും അറിയില്ല, ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് അറിയില്ല. ആ സമയത്തൊന്നും വേണം വരിക, കാണാൻ, പോവാം കേട്ടോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അവസാനത്തെ സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. സാർ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തോ, ഫുൾ സിലബസ് എന്താണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർ കുറച്ച് പേരുണ്ടാകുമെന്ന് എനിക്കറിയാം. നിങ്ങളും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ട എന്താ അറിയോ? ഈ ലൈവ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. 10 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ മാരത്തോൺ ലൈവ് നടക്കുകയാണെങ്കിൽ ആ 12 മണിക്കൂറും പിടിച്ചിരിക്കുക, കാര്യം നടക്കും. ഓക്കെ, കാര്യം നടക്കും. നിങ്ങൾ ഇപ്പം 30% നിങ്ങൾക്ക് നാളെ പരീക്ഷ എഴുതിയാൽ 30% മാർക്ക് കിട്ടുള്ളൂ എന്നാണെങ്കിൽ
നിങ്ങൾ ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഒരു സംശയമില്ല, അത് 70% മുകളിൽ പോകും. ഓക്കെ, 30% സിമ്പിളായിട്ട് 70%ലേക്കും, 50% സിമ്പിളായിട്ട് 80-85%ലേക്കും, ഒരു 60-70% ആണെങ്കിൽ നിങ്ങൾ 95% വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈവ് ക്ലാസ് കണ്ടാൽ എത്താൻ പറ്റും. അതിലൊരു സംശയമില്ല. കാരണം മാക്സിമം ചോദ്യങ്ങൾ ചെയ്യും. ആ മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ബൈഹാർട്ടെങ്കിലും പഠിച്ചല്ലേ. കാരണം പരീക്ഷ തലേന്നാണ് ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പോൾ കണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. കുറച്ച് ഉടായിപ്പാണ്, പക്ഷേ നമുക്ക് അവസാനം എന്താണ്, മാർക്കല്ലേ വേണ്ടത് അവസാനം. ഓക്കെ, അപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയല്ലേ വിദ്യയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള കണ്ടീഷൻസ് ഞാൻ ആൻസർ ചെയ്ത് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലത്തെ വീഡിയോസ് എന്തെങ്കിലും പ്രത്യേക നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ പറ്റി വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലെല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ വായിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ഓരോരോ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ മറക്കരുത്, ഈ വീഡിയോസും ഈ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. കാരണം എല്ലാവരും ബുദ്ധിമുട്ടുന്നവരാണ് ഈ അവസാന നിമിഷം. അപ്പോൾ അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചാൽ അവർക്കും എന്താണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എത്തിക്കുന്നത് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.